ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത് സൗജന്യ കിറ്റ് വിതരണത്തെ കുറിച്ചിട്ടാണ്. 5ാം ഘട്ട സൗജന്യ കിറ്റ് വിതരണമാണ് ഇപ്പോൾ നടക്കുന്നത്. ആർക്കൊക്കെയാണ് ഈ ഒരു കിറ്റ് ലഭിക്കുക? ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്നാണ്? കിറ്റ് വാങ്ങാൻ നമ്മൾ പോകുമ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് കൊണ്ടുപോകേണ്ടത്? എവിടെ നിന്നൊക്കെയാണ് ഈ ഒരു കിറ്റുകൾ നമുക്ക് വാങ്ങാൻ സാധിക്കുക? ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ആർക്കൊക്കെയാണ് ഈ ഒരു കിറ്റ് ലഭിക്കുക എന്ന് ചോദിച്ചാൽ, റേഷൻ കാർഡുള്ള എല്ലാ ആളുകൾക്കും ഈ ഒരു കിറ്റ് ലഭിക്കുന്നതാണ്. ഒരു റേഷൻ കാർഡിന് ഒരു കിറ്റ് എന്നുള്ള രീതിയിലായിരിക്കും നമുക്ക് ലഭിക്കുക. ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നാളെയാണ്. അതായത് 2020 ജൂൺ 15-ാം തീയതിയാണ് ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ്. അതുകൊണ്ട് തന്നെ ഇതുവരെ കിറ്റ് വാങ്ങാത്ത എല്ലാവരും നാളത്തോടു കൂടി കിറ്റ് വാങ്ങിയിരിക്കണം. ഇനി കിറ്റ് വാങ്ങാൻ നമ്മൾ പോകുന്ന സമയത്ത് എന്തൊക്കെയാണ് കയ്യിൽ കരുതേണ്ടത് എന്നുള്ളത്? നമ്മുടെ റേഷൻ കാർഡ് മാത്രം മതി. നമ്മുടെ റേഷൻ കാർഡും അതുപോലെ തന്നെ റേഷൻ കാർഡിൽ പേരുള്ള ഒരാളും പോയാൽ ഈ ഒരു കിറ്റ് ലഭിക്കുന്നതാണ്. എവിടെ നിന്നൊക്കെയാണ് ഈ ഒരു കിറ്റ് നമുക്ക് കൈപ്പറ്റാൻ സാധിക്കുക എന്ന് ചോദിച്ചാൽ, മാവേലി സ്റ്റോറുകൾ വഴി അതുപോലെ തന്നെ സപ്ലൈകോയുടെ സൂപ്പർ മാർക്കറ്റുകൾ വഴിയും ഈ ഒരു കിറ്റ് നമുക്ക് കൈപ്പറ്റാൻ സാധിക്കുന്നതാണ്. ഇതിന്റെ മുന്നേ റേഷൻ കടകൾ വഴിയായിരുന്നു ഈ ഒരു കിറ്റ് വിതരണം ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോ റേഷൻ കട വഴി വിതരണം ചെയ്തിരുന്ന സമയത്ത് ഈ ഒരു കിറ്റ് വാങ്ങാൻ സാധിക്കാത്ത എല്ലാ ആളുകൾക്കുമുള്ള ലാസ്റ്റ് ചാൻസ് ആയിരിക്കാം ഇത്. അതുകൊണ്ട് തന്നെ നാളത്തോടു കൂടി എല്ലാവരും, ഇതുവരെ കിറ്റ് കിട്ടാത്ത എല്ലാവരും കിറ്റ് വാങ്ങാൻ ശ്രമിക്കുക. ഓക്കെ, മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുകയും വേണം. മഞ്ഞ, പിങ്ക്, നീല, വെള്ള കാർഡുള്ള എല്ലാവർക്കും തന്നെ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതുവരെ കിറ്റ് വാങ്ങാത്ത എല്ലാവരും കിറ്റ് വാങ്ങുക. അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.